ഏറ്റുമാനൂർ സമത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആദരവും അവാർഡും നൽകി. സംഘടനയുടെ നേതൃത്വത്തിൽ സാമൂഹികവും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന പ്രോത്സാഹനത്തിന്റെ ഭാഗമായാണ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചത്. CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വലിയ മത്സരങ്ങൾ നടക്കുന്ന ഒരിടമായി മാറുകയാണ്. സർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പഠിക്കുവാൻ പോയ വിദ്യാർത്ഥിനികൾ ജാതിയുടെ പേരിൽ കൊലയപ്പെടുകയാണ്. നിറത്തിന്റെ പേരിൽ കൊലയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. എന്നാണ് മുമ്പ് ഇവിടെ പരാമർശിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഇന്നലെ കോളേജിൽ ഏറ്റവും ദാരിദ്ര്യമുള്ള ഒരു വീട്ടിൽ നിന്നും പഠിക്കുവാൻ വേണ്ടി ആ കലാലയത്തിലേക്ക് പോയ നിധിൻ രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സ്വന്തം ജീവിതം അവസാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ രംഗത്തൊക്കെ സമരമുഖങ്ങളിലാണ്. എന്തിന് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു? ഒരു ഡോക്ടറാകാൻ ആഗ്രഹിച്ച ആ കുട്ടിയുടെ തിരോധനം എവിടം വരെ എത്തി നിൽക്കുന്നു, അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു ചേതോപകാരം എന്ന് പോലും അറിയാനുമല്ലാതെ മാതാപിതാക്കളും കുടുംബവും വല്ലാതെ വിഷമിക്കുന്ന ഒരു കാലഘട്ടം. ഏറ്റുമാനൂർ SMSM പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന യോഗത്തിൽ സമത പ്രസിഡന്റ് KC ഐസക് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി സെക്രട്ടറി രാജീവ്, സമത ട്രഷറർ അഡ്വക്കേറ്റ് ജയപ്രകാശ്, പ്രൊഫസർ എൽസമ്മ പുരുഷൻ, ഡോക്ടർ ശിഖ മാർട്ടിൻ, CP ദേവസ്യ, MT സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. i4E ന്യൂസ്, ഏറ്റുമാനൂർ.